ബികോമിൽ അഡ്മിഷൻ തേടിയാണ് ഞങ്ങൾ കോളേജിലെത്തിയത്. പ്രിൻസിപ്പളെ കണ്ട് സീറ്റുണ്ടോ എന്ന് തിരക്കിയപ്പോൾ നൽകേണ്ട കോഴപ്പണത്തിന്റെ കണക്കുകൾ പറഞ്ഞു. 20 രൂപ കൊടുത്താൽ കിട്ടുമോ? പിന്നെ ഏകദേശം നമുക്കത് 40 40 കുറയല്ലോ അല്ലേ? ഇത് മറ്റേ ബികോമിൽ കിട്ടുമോ സാറേ? മറ്റേ സെൽഫല്ല, ഏതാണെങ്കിൽ 1.5 ലക്ഷം കൊടുക്കണം. പ്രിൻസിപ്പൽ കാര്യങ്ങൾ പറഞ്ഞെന്നേയുള്ളൂ. വിലപേശി ഉറപ്പിക്കുന്നതും പണം വാങ്ങുന്നതും SNDP യോഗം ഭാരവാഹികളാണ്. പ്രിൻസിപ്പൽ പറഞ്ഞതനുസരിച്ച് ഓഫീസിൽ നിന്ന് നമ്പർ വാങ്ങി വാമനപുരം യൂണിയൻ സെക്രട്ടറി D പ്രേംരാജിനെ വിളിച്ചു. സെൽഫ് ഫിനാൻസിംഗിൽ ഒരു സീറ്റ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഏത് വിഷയം? ബികോമിന് എത്ര മാർക്കുണ്ട്? 80. എവിടെ നിന്ന് വിളിക്കുകയാണ് ഇപ്പോ? ഞങ്ങള് വാമനപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. വാവനൂരത്ത് ഞാനിവിടെ വാവനൂരത്ത് ഉണ്ടല്ലോ, വാവനൂർ യൂണിയൻ ഓഫീസ് SNDP യൂണിയൻ, അവിടെ വന്നാൽ. SNDP ഓഫീസിൽ ചെന്ന് പ്രേംരാജുമായി സംസാരിച്ചതിനു ശേഷം അഡ്വാൻസ് നൽകി സീറ്റ് ഉറപ്പിച്ചു. റെസിപ്റ്റിന് പകരം യൂണിയന്റെ ലെറ്റർ പാഡിലുള്ള ഒരു കത്ത് നൽകി. കത്തുമായി കോളേജിൽ ചെന്ന് ബാക്കി പണം അടച്ചപ്പോൾ അഡ്മിഷനും റെഡി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. തലവരിപ്പണം വാങ്ങരുതെന്ന് പറഞ്ഞ് പേരിനൊരു സർക്കുലർ അയക്കുന്ന സർക്കാർ ഇത്തരം കച്ചവടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. തിരുവനന്തപുരത്ത് നിന്ന് മനോജ് PL-നൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1. കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, വലിയ തോതിൽ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണിത്. ഈ പണം വാങ്ങുന്നതിലും ചോദിക്കുന്നതിലുമൊന്നും ഏതെങ്കിലും അസ്വാഭാവികത ഉള്ളതായി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലേ? ഇത് നിരന്തരമായി നടക്കുന്ന, എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കുന്നത് ഈ വിധത്തിലാണോ കോളേജിൽ? സനീഷ്, എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ശനിയാഴ്ചയാണ് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ കോളേജിൽ ചെന്നത്. കോളേജിൽ ചെന്ന ഉടൻ അവിടുത്തെ ഒരു പ്രൊസീജിയർ, ആദ്യം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചെന്ന് പ്രിൻസിപ്പളെ കയറി കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുക എന്നത് തന്നെയാണ്. പക്ഷേ പ്രിൻസിപ്പൽ കാര്യങ്ങൾ മുഴുവൻ പറയും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ 40 രൂപ സെൽഫ് ഫിനാൻസിങ് വേണം എന്ന് പറഞ്ഞായിരിക്കും പ്രിൻസിപ്പൽ സംഭാഷണം തുടങ്ങുന്നത്. കൂടുതൽ സംസാരിച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്വാശ്രയ കോളേജും എയ്ഡഡ് കോളേജും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ എയ്ഡഡ് കോളേജിന് സീറ്റ് ചോദിക്കുമ്പോഴാണ് 1.25 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 80% മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് 1.25 ലക്ഷം രൂപ ചോദിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെന്ന സമയത്ത് 89% മാർക്കുള്ള ഒരു വിദ്യാർത്ഥി 1.25 ലക്ഷം രൂപ നൽകി പ്രവേശനം നൽകുന്ന ഒരു കാഴ്ചയും ഞങ്ങൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ആൺകുട്ടിക്ക് അഡ്മിഷൻ നൽകുന്ന കാര്യത്തിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ഒരു ആൺകുട്ടിയുമായിരുന്നു നമ്മൾ അഡ്മിഷന് പോയത്. പക്ഷേ ആദ്യത്തെ ഒരു ശ്രമത്തിൽ ആൺകുട്ടിക്ക്, ആ പ്രദേശവാസിയായ പ്രത്യേക ഒരു സമുദായത്തിൽപ്പെട്ട ആൺകുട്ടിക്ക് പ്രവേശനം നൽകുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അവർ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ ഇടപെടൽ നടത്തിയതിനു ശേഷമാണ് നമ്മൾ പ്രിൻസിപ്പളോട് സംസാരിച്ചത്. ഈ ചെമ്പഴന്തി SN കോളേജ് ഇരിക്കുന്നതിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ് വാമനപുരം. ഈ SNDP യൂണിയൻ, ഈ കോളേജ് ഇരിക്കുന്ന യൂണിയന്റെ പരിധിയിൽപ്പെട്ട വാമനപുരം SNDP യൂണിയൻ ഓഫീസ്. ആ ഓഫീസിലുള്ള ഓഫീസ് സെക്രട്ടറി, SN ട്രസ്റ്റിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് D പ്രേംരാജ്. D പ്രേംരാജിനെ ഫോണിൽ വിളിച്ച് ബാക്കി കാര്യങ്ങൾ നടത്താനാണ് പ്രിൻസിപ്പൽ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം. ഇതനുസരിച്ച് D പ്രേംരാജിനെ വിളിച്ച് വാമനപുരത്തെ SNDP ഓഫീസിൽ ചെല്ലുകയാണ് ഉണ്ടായത്. ചെന്നപാട് തന്നെ അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിച്ച് വില പറഞ്ഞുറപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ലേലം വിളി മാതൃകയിൽ അദ്ദേഹം 1.5 ലക്ഷം പറയുന്നു, പിന്നീട് നമ്മൾ 1 ലക്ഷം പറയുന്നു. ആ രീതിയിൽ സംസാരിച്ചുള്ള ഒരു കൃത്യമായ ഒരു കച്ചവട രീതിയിൽ തന്നെയാണ് സീറ്റ് ഉറപ്പിക്കൽ നടന്നത്. അതിനുശേഷം പണം വാങ്ങുന്ന സമയത്ത് ഈ D പ്രേംരാജ് അല്ല പണം വാങ്ങുക. അദ്ദേഹം നമ്മുടെ വേറൊരു വശത്ത് മാറി നിന്നതിന് ശേഷം ഇവരുടെ സംസാരം പോലും സംസാരിക്കുന്നില്ല. ഇവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എത്ര രൂപയാണ് സീറ്റിന് എന്ന് ചോദിക്കുമ്പോൾ അവർ പേപ്പറിൽ എഴുതി കാണിക്കുകയാണ് D പ്രേംരാജ് ചെയ്യുക. അവരൊരു പൈസ പറയുന്നു, നമ്മൾ മറ്റൊരു പൈസ പറയുന്നു. നമ്മൾ പറയുന്ന പൈസയ്ക്ക് കൗണ്ടറായ പൈസ അവർ വീണ്ടും പേപ്പറിൽ എഴുതുന്നു. അത്തരത്തിൽ സംസാരം പോലും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു കച്ചവടം തന്നെയാണ് ഇവർ നടത്തുന്നത്. ഈ പ്രേംരാജ് പൈസ വാങ്ങിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സഹായിയുടെ കയ്യിൽ പൈസ കൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ കയ്യിൽ മൊത്തം പൈസ, നമ്മുടെ കൂടെ വന്ന കുട്ടിയുടെ കയ്യിൽ മൊത്തം പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ അഡ്വാൻസ്
നൽകുകയാണ് ചെയ്യുന്നത്. അഡ്വാൻസ് നൽകുമ്പോൾ പ്രേംരാജ് SNDP വാമനപുരം യൂണിയന്റെ ലെറ്റർ പാഡിലുള്ള ഒരു ലെറ്ററിൽ ഇന്ന അഡ്മിഷൻ നമ്പറുള്ള ഇന്ന വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകാവുന്നതാണ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾക്ക് ഒരു ലെറ്റർ തരികയാണ് ചെയ്തത്. ഈ ലെറ്ററുമായി കോളേജിൽ ചെന്നു. കോളേജിൽ ചെന്ന സമയത്ത് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞുറപ്പിച്ച ബാക്കി തുക കൂടി പ്രേംരാജ് പറഞ്ഞ ആളുകളുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് അഡ്മിഷൻ കിട്ടുന്നത്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ M. വിജിൻ, MSF നേതാവ് ശ്രീ TP അഷ്റഫ് അലി എന്നിവർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ M. വിജിൻ, നിങ്ങളൊക്കെ ഉള്ള ഈ നാട്ടിലാണ്, വലിയ വിദ്യാർത്ഥി സംഘടനകളും അവർക്ക് ശക്തിയും ഒക്കെ ഉള്ള നാട്ടിലാണ്, താങ്കൾക്ക് കൂടെ അനുഭാവമുള്ള ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് ഇമ്മട്ടിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ എയ്ഡഡ് കോളേജിൽ 80% മാർക്കുള്ള കുട്ടിയോടാണ് BCOമിനായിട്ട് 1.25 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടത് കോളേജിൽ നിന്ന് ആവശ്യപ്പെടുക, SNDP യൂണിയൻ ഓഫീസിൽ പോയിട്ട് ഇതിനുവേണ്ടി പണമടക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ കാര്യങ്ങളാണ് എന്ന് താങ്കൾക്കറിയാവുന്നതാണല്ലോ. ഏതു നിലക്കുള്ള ഇടപെടലാണ് സാധ്യമാവുക? എന്തുകൊണ്ടാണ് ഇത്രമാത്രം ധൈര്യം ഈ മാനേജ്മെന്റുകൾക്ക് ലഭിക്കുന്നത്? തീർച്ചയായും ഏറ്റവും ശക്തമായി ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവിടെ പ്രിൻസിപ്പാൾമാർ തന്നെ കച്ചവടക്കാരാവുക. വിദ്യാഭ്യാസം നൽകേണ്ട അധ്യാപകർ കച്ചവടം നടത്തുന്ന നിലയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകൾ നിലക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ നിലയിലേക്ക് മെറിറ്റും സാമൂഹ്യ നീതിയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ ആകെ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ വാർത്ത പ്രകാരം തന്നെ വിലപേശലാണ് നടക്കുന്നത്. മാനേജ്മെന്റ് സീറ്റിന്റെ മറവിൽ വിലപേശൽ നടക്കുക. അത് ഒരുപക്ഷെ 3 ലക്ഷം 4 ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് 50% മാർക്കായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്കാണ് ഈ കച്ചവട രീതി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഞങ്ങൾ എപ്പോഴും ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ മെറിറ്റും സാമൂഹ്യ നീതിയും സംരക്ഷിക്കണമെന്ന് തന്നെയാണ്. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും, വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഏറ്റവും ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടമാക്കാൻ അല്ലെങ്കിൽ കച്ചവട ചരക്കാക്കി മാറ്റാൻ ഒരു ഘട്ടത്തിലും SFI അനുവദിക്കില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ ബിജിൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TP അഷ്റഫ് അലി, ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് ഈ കുട്ടിയുമായി അവിടെ ചെന്നപ്പോഴുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് താങ്കൾ കേട്ടതാണല്ലോ റിപ്പോർട്ടിലൂടെ. അതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. ആളുകൾ പണം എണ്ണി വാങ്ങുന്നു, അതും SNDP ഓഫീസിനകത്ത് വെച്ച്. ഏത് നിലക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടുന്ന, നമ്മുടെ ഒരു സമൂഹം എന്ന നിലയിൽ ശല്യപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമേൽ ധൈര്യം ഈ മാനേജ്മെന്റുകൾക്ക് ഇങ്ങനെ നഗ്നമായ തോതിൽ കോഴ പണം ചോദിച്ച് എണ്ണി വാങ്ങാൻ? ഈ ഒരു കുട്ടിയുടെ സ്ഥിതി ഇങ്ങനെ മറ്റൊരു കുട്ടിയുടെ അടുത്ത് നിന്ന് 1.25 ലക്ഷം രൂപ വാങ്ങുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടറും ഈ പോയ കുട്ടിയും കാണുന്നുണ്ട്. ആ കോളേജിനകത്ത് നടത്തിയ അഡ്മിഷൻ എല്ലാം ഇമ്മട്ടിൽ പണം വാങ്ങിയിട്ടാണെങ്കിൽ എന്ത് നഗ്നമായ കൊള്ളയാണ് നടക്കുന്നത്? ഏത് നിലക്കാണ് ഇടപെടാനാവുക? കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ +1 മുതൽ തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകളിലേക്ക് 90% സ്ഥാപനങ്ങളിലും ഈ വിധത്തിലുള്ള വളരെ നഗ്നമായ കോഴ വാങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പരസ്യമായ ഒരു രഹസ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെതിരെ ശക്തമായ നിലപാടുകളില്ല എന്നുള്ളതാണ് ഇത് വർദ്ധിച്ചു വരാനുള്ള കാരണം. ഒരു നിമിഷം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TP അഷ്റഫ് അലി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനോട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? താങ്കളുടെ മാനേജ്മെന്റ് വലിയ തോതിൽ BCom അഡ്മിഷന് വേണ്ടി പണം കോഴയായി വാങ്ങിച്ചിരിക്കുന്നത് എന്താണ് വാർത്ത? അതിന്റെ ദൃശ്യങ്ങൾ തെളിവുകളുമായാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ആര് വാങ്ങിയെന്നാണ്? തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു എയ്ഡഡ് കോളേജിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ BComന് വേണ്ടി 1.25 ലക്ഷം രൂപ വേണം എന്ന് പറയുകയും അദ്ദേഹം നിർദ്ദേശിച്ചത് പ്രകാരം SNDPയുടെ വാമനപുരം ഓഫീസിലേക്ക് പോയിട്ട് ഈ പണം കൈമാറുകയുമാണ് ചെയ്തത്. ഇത് അങ്ങനെ കൈമാറി കൊടുത്തുവെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞ് ജയിച്ചുവെങ്കിൽ ഒരു പരാതി എഴുതി എനിക്ക് തന്നാൽ ആവശ്യമായ മേൽ നടപടികൾ ഞാൻ സ്വീകരിക്കും. കുറ്റവാളികൾ ആരായാലും മാതൃകാപരമായി പ്രിൻസിപ്പളാണ് അത് ചെയ്തതെങ്കിൽ പ്രിൻസിപ്പളിന്റെ പേരിൽ നടപടി ഞാൻ സ്വീകരിച്ചിരിക്കും, ഉറപ്പാണ്. SNDPയുടെ താങ്കളുടെ കൂടെ അറിവിൽ ഇങ്ങനെ വാങ്ങരുത് എന്നാണ് നയം താങ്കളുടെ സ്ഥാപനങ്ങൾക്കകത്ത്, അല്ലേ? അതെ. എന്നിട്ടും ഇത്രമേൽ ധൈര്യത്തോടുകൂടി, ഞങ്ങളുടെ ദൃശ്യങ്ങൾക്കകത്ത് അതുണ്ട്, ഇത്ര ധൈര്യത്തോടുകൂടി ഇതാണ് ഞങ്ങളുടെ തുക എന്ന് പറയുകയും ആവശ്യപ്പെടുകയും വാങ്ങുകയും ചെയ്യുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ അങ്ങോട്ട് പോയപ്പോൾ അത് ക്യാമറയിൽ പതിയുക മാത്രമല്ല, മറ്റൊരു കുട്ടിയുടെ അടുത്ത് നിന്ന് അത് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പണം 1.25 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് ഒരു BComന്, അതും ഈ കുട്ടിക്ക് 80% മാർക്കുണ്ട്. പേപ്പറിൽ എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വാമനപുരം SNDP യൂണിയന്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും താങ്കൾ അറിയാതെയാണ് അല്ലെങ്കിൽ സംഘടന അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ?
അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ പരാതിയുള്ള ആളുകളെന്ന് എഴുതി എനിക്ക് തന്നാൽ അപ്പം നടപടി എടുക്കും. ഞാൻ നിങ്ങൾ എഴുതി തരേ. പരാതി താങ്കൾക്ക് നൽകുന്നതായിരിക്കും സ്വാഭാവികമായും ആ കുട്ടി. പക്ഷേ ഇതിപ്പോൾ പൊതുമണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞു മാധ്യമങ്ങളിലൂടെ. സർക്കാരിന് ഇടപെട്ടേ പറ്റൂ. ഈ രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ അതിന് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുമുണ്ട്. സ്വാഭാവികമായും അതിന് ആ നിലക്കുള്ള മറുപടി കൂടെ പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതി കിട്ടണമെന്നല്ല, പരാതി കിട്ടി ഞാൻ അന്വേഷിച്ച് കാര്യങ്ങളിൽ നടപടിയെടുക്കും എന്നൊരു ഉറപ്പ് കൂടെ താങ്കൾ ഇന്ന് ലഭിക്കേണ്ടതുണ്ട്. എനിക്ക് പരാതി കിട്ടിയാൽ ഞാൻ ആവശ്യമായ നടപടികൾ ശക്തമായി എടുത്തിരിക്കുമെന്നേ എനിക്കിപ്പോ പറയാൻ സാധിക്കൂ. ടിവിയിൽ പറഞ്ഞതും കേട്ടുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ വാമൂലത്ത് കളക്ട് ചെയ്യാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. രേഖാമൂലം താങ്കൾക്ക് പരാതി വരുന്നതായിരിക്കും സ്വാഭാവികമായും. പക്ഷെ ഇപ്പോൾ ടെലിവിഷൻ തുറന്നാൽ താങ്കൾക്ക് കാണാവുന്നതാണ് താങ്കളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരല്ല പ്രിൻസിപ്പൽ, ആ പ്രധാനപ്പെട്ട സമുന്നതമായ പദവിയിലുള്ളയാൾ പണം എണ്ണി വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം താങ്കൾക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ പടമുള്ള SNDP യൂണിയൻ്റെ ലെറ്റർ ഹെഡിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ കാര്യം പടമായിട്ട് കാണാം. പണം എണ്ണി വാങ്ങുന്ന താങ്കളുടെ സ്ഥാപനത്തിലെ ആളുകളെ, ഉദ്യോഗസ്ഥരെ കാണാം. അതിനോടൊന്നും പ്രതികരിക്കേണ്ടതില്ല ഈ ഘട്ടത്തിൽ എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? വളരെ നന്ദി. അദ്ദേഹം ടെലിഫോണിലില്ല ഇപ്പോൾ. ശ്രീ TP അഷ്റഫ് അലി, താങ്കൾക്ക് പറഞ്ഞത് തുടരാം. നോക്കൂ, ഇത് ഒന്നും അറിയാത്ത പോലെയാണ് ആളുകൾ പ്രതികരിക്കുക. പതിവായി നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇവ. എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ഇങ്ങനെയാണല്ലോ മാനേജ്മെന്റുകൾ ചെയ്യുന്നത് എന്നതൊരു സ്വാഭാവികമായ എക്സ്ക്യൂസാണ്. ആ മട്ടിൽ ഇതിനെ വിട്ടുകൊടുക്കാനാകുമോ ഇനി? ഒരിക്കലുമില്ല. സാമുദായിക സംഘടനകൾ നടത്തുന്ന കേരളത്തിന്റെ കോളേജുകളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് ഈ SNDP ആണെങ്കിൽ അവരുടെ യൂണിയൻ, അതുപോലെ തന്നെ മറ്റു സംഘടനകളാണെങ്കിൽ അവരുടെ ആ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ, ആ യൂണിറ്റുകൾ കീഴിലുള്ള കോളേജുകളുടെ ഭരണാധികാരികൾ, അവിടുത്തെ മാനേജർമാരായിട്ട് അവർക്ക് ലോക്കൽ മാനേജ്മെന്റ് ഉണ്ട്. ആ ലോക്കൽ മാനേജ്മെന്റിന് സീറ്റുകൾ വീതിച്ചു നൽകി അതിന് ഇത്ര പണം നൽകി ആ രീതിയിലുള്ള ഒരു ഡീലിംഗ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SNDP ആണെങ്കിലും MES ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു സംഘടനകളാണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ടോപ്പ് ലെവലിലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയാൽ അവർ ഇതിനെ വളരെ ഹരിശ്ചന്ദ്രമാർ എന്ന രൂപത്തിൽ ചാനലുകൾ വന്നുകൊണ്ട് കോഴക്കെതിരെ സംസാരിക്കുകയും ഇവരുടെ താഴേക്കിടയിലുള്ള ആളുകൾ കൃത്യമായും ഈ രൂപത്തിൽ പണം വാങ്ങുകയും ചെയ്യുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ വേങ്ങരയിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ സഹിതം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക്, സർവകലാശാല അധികൃതർക്ക് നൽകിയിട്ട് പോലും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കോഴക്കെതിരെ ഒരു പതിറ്റാണ്ടായി ഞങ്ങൾ നിരന്തരം ക്യാമ്പയിനുകളും സമരവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നടപടി ഉണ്ടാവുന്നില്ല. ശ്രീ ബിജിൻ, MSF ആണെങ്കിലും SFI ആണെങ്കിലും പതിറ്റാണ്ടുകളായി ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആവർത്തിച്ച് ആളുകൾക്ക് അറിയാവുന്നതാണ് വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നു എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ പരാതി എഴുതി തരൂ, ഞങ്ങൾ അന്വേഷിക്കാം എന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ ആവർത്തിക്കും. ഇതിൽ സർക്കാർ ഇടപെടുന്നതായി ബോധ്യപ്പെടുത്തും. പക്ഷേ ഈ മേഖലയിൽ ഉള്ള പണം വാങ്ങിയിട്ടാണ് പോസ്റ്റ് നൽകേണ്ടത് അല്ലെങ്കിൽ സീറ്റുകൾ നൽകേണ്ടത് എന്ന പൊതുബോധം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. എന്ത് ചെയ്യാനാണാവുക? ഏത് നിലക്കുള്ള ഇടപെടൽ ആയിരിക്കും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? തീർച്ചയായും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇവിടെ സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, ഞാൻ ദീർഘമായി അതിലേക്ക് പോകുന്നില്ല, സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ കേരളം UDF ഭരിച്ച ഘട്ടത്തിലാണ് കച്ചവടം എന്ന രീതിയിൽ തന്നെ ആ മേഖല മാറിയത്. അതിന്റെ തകർച്ചയും അത് തന്നെയായിരുന്നു. ഈ വർഷം ഒരു മാസം കൊണ്ട് ഈ ഗവൺമെന്റ് ആ മാനേജ്മെന്റുകളെ നിലക്ക് നിർത്താനും സാമൂഹ്യനിധിയും മെറിറ്റും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അഡ്മിഷനെ നടക്കൂ എന്ന് പറയുകയും അതിൽ പിടിവാശി നടത്തുകയും മാനേജ്മെന്റുകൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ ഗവൺമെന്റ് ആ നിലപാടിൽ നിന്ന് മാറാതെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ നിലപാടിലേക്ക് കൊണ്ടുവന്ന ഒരു ഇടത് ഗവൺമെന്റ് കേരളം ഭരിക്കുകയാണ്. തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതുക. ശ്രീ ബിജിൻ, നമ്മുടെ മുന്നിൽ ഈ ദൃശ്യങ്ങളുണ്ട്. പണം വാങ്ങിക്കുന്ന ഒരു പ്രിൻസിപ്പാളും അത് നൽകാനായി എന്ന് വെച്ചാൽ അർഹമായ 80% മാർക്കുണ്ടായിട്ട് അർഹമായ സീറ്റിന് വേണ്ടിയിട്ട് SNDPയുടെ ഓഫീസിനകത്തേക്ക് പോയി കോഴപ്പണം കൊടുക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ദുരിതം നിറഞ്ഞ ചിത്രങ്ങൾ അവിടെയുണ്ട്. ഇമ്മീഡിയറ്റായി വിദ്യാർത്ഥി സംഘടനകൾ എന്ത് ചെയ്യുമെന്നാണ് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളുമെന്ന് കരുതി കാത്തിരിക്കുകയാണോ നിങ്ങൾ? ഇല്ല, ഒരു ഘട്ടത്തിൽ SFI ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവട മേഖലയാക്കി മാറ്റാൻ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ മുദ്രാവാക്യം ഒരുപാട് കാലങ്ങളെ വെക്കുകയാണ്. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് അതിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്.
അതുകൊണ്ട് ഗവൺമെന്റ് പിന്നെ ഇടതാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് വലതാണ് എന്ന് നോക്കി ഒരു ഘട്ടത്തിൽ SFI നിന്നിട്ടില്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എടുത്ത ആക്ഷനുകൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങളാണ് വിദ്യാർത്ഥികൾ തന്നെ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലും ചെമ്പഴന്തി SN കോളേജിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് ഞാൻ അറിയില്ല എന്നാണ്. അദ്ദേഹം അറിയാതെയാണ് ഇത് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പരാതി കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ രീതിയിൽ നിരവധി വിദ്യാർത്ഥികളുണ്ട്, അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാം, അദ്ദേഹം അന്വേഷിക്കട്ടെ. ഇത് കേരളത്തിലെ ഒരു മാനേജ്മെന്റ് കോളേജിൽ മാത്രമല്ല, നിരവധിയായ മാനേജ്മെന്റ് കോളേജുകളുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയുള്ള നിരവധി കോളേജുകൾ കേരളത്തിനകത്തുണ്ട്. ഇത്തരത്തിൽ പിരിവുകൾ അവിടെയും നടക്കുന്നുണ്ട്. തീർച്ചയായും ഇതെല്ലാം എല്ലാ കാലങ്ങളിലും ഏറ്റവും ശക്തമായി ഞങ്ങൾ പറയുന്നതാണ്. തീർച്ചയായും നന്ദി ശ്രീ വിജിൻ ഞങ്ങളോട് സംസാരിച്ചതിന്, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ശ്രീ TP അഷ്റഫ് അലി, എങ്ങനെ പ്രതികരിക്കാനാണ് നിങ്ങളുടെ തീരുമാനം? വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിഗുരുതരമായ ഇത്തരം വിഷയങ്ങളെ നടപടിയെടുത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെ സമീപനങ്ങൾ ഉണ്ടാകണം. കേരളത്തിന്റെ വിജിലൻസ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ജേക്കബ് തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ദൃശ്യങ്ങൾ ഒരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ കോളേജ് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാരാണ്, അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഉണ്ടാകണം. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരം എയ്ഡഡ് കോളേജുകളിലെ കോഴയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക വിജിലൻസ് ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശവും ഒരു നിയന്ത്രണവും ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഞങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. ആ രീതിയിൽ ഈ അഡ്മിഷൻ നടക്കുന്ന സമയത്തെങ്കിലും ഇത്തരം പണം വാങ്ങുന്ന സ്ഥാപനങ്ങളെ നിരക്ക് നിർത്തുന്നതിന് വേണ്ടി പ്രത്യേക വിജിലൻസ് ടീമിനെ നിശ്ചയിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി മാത്രം പരിശോധന നിശ്ചയിച്ചുകൊണ്ട് ഈ മാനേജ്മെന്റിനെ നിരക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ. സാമുദായിക മാനേജ്മെന്റുകളാണ് എന്ന് കരുതി അവർക്കെതിരെ നടപടിയെടുക്കാൻ അറച്ചു നിൽക്കുന്ന ഒരു സമീപനം സർക്കാരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ബലമാണ് വലത് സർക്കാരുകൾ വന്നാലും അവർക്ക് ഏറ്റവും അധികം ഇത്തരം പണം വാങ്ങുന്നതിന്. TP അഷ്റഫ് അലി ഞങ്ങളോട് സംസാരിച്ചതിന്. റഹീസ് റഷീദ് തിരുവനന്തപുരത്ത് തുടർന്നു. റഹീസ്, കൂട്ടിച്ചേർക്കാൻ എന്താണുള്ളത്? ഇപ്പറയുന്ന തോതിലുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടായാൽ തന്നെയും ഇതിനൊരു അവസാനം ഉണ്ടാകും എന്ന് കണക്കാക്കാനാകുമോ? ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന തോന്നലുണ്ടായിരുന്നോ ഈ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പണം വാങ്ങുമ്പോൾ? ഒരിക്കലും യാതൊരു അസ്വാഭാവികത പെരുമാറ്റവും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിച്ചില്ല എന്നതാണ് സനീഷ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇത്രയും പണം നിങ്ങൾക്ക് എന്തിനാണ്? എയ്ഡഡ് കോളേജിലെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാരല്ലേ എന്ന് നമ്മൾ ഇതിന് ശേഷം ഈ ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോളേജിൽ നിരവധി ചിലവുകളുണ്ട്, പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയണം, അതിന് പണങ്ങൾ വളരെയധികം പണം ആവശ്യമുണ്ട്. ഈ പണം ഇത്തരത്തിൽ മാനേജ്മെന്റ് സീറ്റിൽ നടത്തുന്ന പ്രവേശനത്തിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള പണം ഞങ്ങൾക്ക് ഈടാക്കാൻ കഴിയൂ എന്നൊരു മറുപടിയാണ് അവർ പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ കോളേജിൽ വന്നപ്പോൾ കണ്ടില്ല, അതിന്റെ ഫ്രണ്ടിൽ വലിയൊരു കെട്ടിടം പണിയുന്നു, ആ കെട്ടിടത്തിന് ഇത്ര കോടി രൂപയാണ് പണം ചെലവാകുന്നത്, ആ പണം ഞങ്ങൾക്ക് ഈ രീതിയിൽ കണ്ടെത്താൻ മാത്രമേ കഴിയൂ എന്നൊരു വളരെ ന്യായമെന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായുള്ള ഒരു മറുപടിയാണ് ഇതിന്റെ യൂണിയന്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം വീണ്ടും മറ്റൊരു അഡ്മിഷന് വേണ്ടി ഇന്നലെ വിളിച്ചപ്പോൾ നിങ്ങൾ യൂണിയൻ ഓഫീസിൽ വരൂ, നിങ്ങൾക്ക് സീറ്റ് കാര്യം പണത്തിന്റെ കാര്യം നമുക്ക് പറഞ്ഞുറപ്പിക്കാമെന്ന് ഒരു മറുപടി തന്നെ അവരുടെ ഭാഗത്തു നിന്ന്. ഇനിയും മാനേജ്മെന്റ് സീറ്റുകൾ വേക്കൻസി ഉണ്ട്, കൂടുതൽ പണം 80% ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് 1.25 ലക്ഷം രൂപയാണെങ്കിൽ നേരത്തെ ചർച്ചയിൽ വിജിൻ പറഞ്ഞതുപോലെ 50-40% വിദ്യാർത്ഥിക്ക് 4-5 ലക്ഷം രൂപ നൽകിയാൽ സീറ്റ് കിട്ടും എന്നൊരു അവസ്ഥയാണ് ഇത്തരം കോളേജുകൾ ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. താങ്കളിലേക്ക് റഹീസ്, ഇപ്പോൾ കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ശ്രീ വീരമണികണ്ഠൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വീരമണികണ്ഠൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ചെമ്പഴന്തി SN കോളേജ് BComന് 80% മാർക്കുള്ള ഒരു കുട്ടിയിൽ നിന്നും 1.25 ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടാണ് സീറ്റ് നൽകിയിരിക്കുന്നത് എന്ന വാർത്തയാണ് ദൃശ്യസഹിതം ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. താങ്കൾ കണ്ടിട്ടുണ്ടാകും, അത് എങ്ങനെ നടപടിയെടുക്കാനാണാവുക? ഇത്തരം കാര്യങ്ങൾ പരാതി കിട്ടിയാൽ അത് പരിശോധിച്ചിട്ട് സിൻഡിക്കേറ്റിന്റെ ഉപസമിതികളെ കൊണ്ട് അന്വേഷിച്ചിട്ട് അത് നടപടികൾ എടുക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ നേരത്തെ? ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്, ഒരുപാട് ആളുകൾക്കറിയാം സീറ്റ് നൽകുന്നതിൽ പണം വാങ്ങുന്നുണ്ട് എന്നതൊക്കെ. ഇടപെടാകുന്നതാണോ? ഈ തെളിവുകളോടുകൂടി രേഖാമൂലം പരാതിപ്പെട്ടാൽ ഇടപെടാവുന്ന അവസ്ഥയുള്ള സംഗതിയാണല്ലോ ഇത്, അല്ലേ? തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അതിനകത്ത് ഇടപെടുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ പരാതി ലഭിച്ചാൽ അത് ബന്ധപ്പെട്ട സമിതിയുടെ പരിശോധിക്കുകയും അതിനുശേഷം സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഈ മതിയായ മാർക്കുള്ള 80% മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇത്ര പണം കൊടുക്കേണ്ടി വരുന്നു സീറ്റിന് എന്നത്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയിൽ നിന്നും സീറ്റ് നൽകാനായി ഇത്ര പണം വാങ്ങാം എന്നത് കുറ്റകരമായ കാര്യം തന്നെയാണല്ലോ, അല്ലേ?
ആ നിലക്കുള്ള നടപടികൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാനാവുക? എന്ത് നടപടിയാണ് എടുക്കുക? അല്ല, സർവകലാശാല ഇങ്ങനെ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫീസ് വാങ്ങിക്കാനുള്ള ഒരു തീരുമാനമില്ല. ഗവൺമെന്റ് ആയാലും അങ്ങനെ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടില്ല. ഇത്തരം ആരോപണങ്ങൾ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. പരിശോധിച്ച് വേണ്ട ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കാവുന്നതാണ്. വളരെ നന്ദി ശ്രീ വീരമണികണ്ഠൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ചെമ്പഴന്തി SN കോളേജിൽ 80% മാർക്കുള്ള ബികോം 80% മാർക്കുള്ള കുട്ടിയിൽ നിന്നും ബികോം പ്രവേശത്തിനായി 1.25 ലക്ഷം രൂപ കോഴ വാങ്ങി. അത് പ്രിൻസിപ്പൽ നേരിട്ട് കോഴ പണം ചോദിക്കുകയും ആവശ്യപ്പെടുകയും തൊട്ടടുത്തുള്ള SNDP ഓഫീസിലേക്ക് കോഴ പണം ചെന്ന് നൽകേണ്ടി വരികയും ചെയ്തു. വിദ്യാർത്ഥിക്ക് എന്താണ് തെളിവ് സഹിതം ദൃശ്യങ്ങൾ, പണം വാങ്ങുന്നതിൻ്റെ, പണം എണ്ണി മേശയിലേക്ക് ഇടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ നൽകുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.